വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് 4 സെയിൽസ് ഫോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ഡിസൈനിങ് ആൻഡ് അഡ്മിനിസ്റ്ററിങ് ദി ട്രെയിനിങ് പ്രോഗ്രാം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രെയിനിങ് നീഡ് അനാലിസിസ് നടത്തി അല്ലേ, എത്രമാത്രം ട്രെയിനിങ് നീഡ്സ് ഓരോ സെയിൽസ് ഫോഴ്സിനും ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അനാലിസിസ് നടത്തി സെയിൽസ്മാൻ. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുക, അത് അഡ്മിനിസ്റ്റർ ചെയ്യുക അല്ലേ. അതായത് എന്താ പറയുന്നത്, പ്ലാനിങ് ഫോർ ഡിസൈനിങ് ആൻഡ് അഡ്മിനിസ്റ്ററിങ് ദി ട്രെയിനിങ് പ്രോഗ്രാം അല്ലേ. ഓരോ സെയിൽസ് ഫോഴ്സിനും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുക, അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതൊക്കെ ഒരു സെയിൽസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പല രീതിയിലുള്ള ട്രെയിനിങ്ങുകളുണ്ട് അല്ലേ. ഒരു സെയിൽസ് പേഴ്സൺ ആവശ്യമായിട്ട് ഉള്ള ട്രെയിനിങ് നമുക്ക് പല രീതിയിൽ കൊടുക്കാം. ഏതൊക്കെയാണത് നോക്കുക. ഫസ്റ്റ് വൺ, ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്. എന്താ പറയുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡിൽ? ഇതെന്താന്ന് വെച്ചാൽ ഒരു ഹൈലി പേഴ്സണലൈസ്ഡ് നേച്ചറാണ്. അതായത് ട്രെയിനിയും ട്രെയിനറും തമ്മിലൊരു ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ ഉണ്ടാകുന്നു അവിടെ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ സെയിൽസ്മാൻ്റെ എണ്ണം കുറവും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആവശ്യമായിട്ടുള്ള കേസുകളിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ട്രെയിനറും ട്രെയിനിയും തമ്മിൽ ഒരു ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ വഴി ആ ഒരു ജോബ് സൈറ്റിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ് ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, ഫീൽഡ് ട്രെയിനിങ് മെത്തേഡ്. ഇവിടെ എങ്ങനെയാണ് ഈ ട്രെയിനർ എന്താ ചെയ്യുന്നത്, ട്രെയിനിയെ ഫീൽഡിലേക്ക് ഇറക്കുകയാണ്. ഇപ്പം നമ്മളൊരു സെയിൽസ് പേഴ്സണിൻ്റെ കേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുമായിട്ട് ഈ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഈ ട്രെയിനർ കസ്റ്റമറുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഈ ട്രെയിനിയെ കൂടി ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് ഈ ട്രെയിനി എന്താ ചെയ്യുന്നത്, ഈ കസ്റ്റമറിനെ ഒബ്സർവ് ചെയ്യും. ട്രെയിനർ എങ്ങനെയൊക്കെയാണ് കസ്റ്റമറുമായിട്ട് ബിഹേവിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കസ്റ്റമറിനോട് ഇൻ്ററാക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഈ ഒരു ട്രെയിനി അനലൈസ് അല്ലെങ്കിൽ പഠിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഒരു ജോബ് സൈറ്റിൽ വെച്ച് കൊടുക്കുന്ന ട്രെയിനിങ് അല്ല, ഇതൊരു ക്ലാസ് റൂം ബേസിൽ, അതായത് ഒരു റിയൽ വർക്ക് കണ്ടീഷൻ്റെ പോലെ ഒരു സെറ്റപ്പ് കൊടുത്തുകൊണ്ട്, അത് ആക്ച്വൽ വർക്ക് സൈറ്റ് അല്ല, അവിടെ ഒരു ക്ലാസ് റൂം വർക്ക് സൈറ്റ് വെക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് ഒരു ഡെമോ പോലെ, അല്ലെങ്കിൽ ഒരു പേടിയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെയിൽസ് ഫോഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റുന്നു അല്ലേ. അതായത് ഒരു ക്ലാസ് റൂം ബേസിൽ ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് ഒരു റിയൽ വർക്കിംഗ് സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു ക്ലാസ് റൂം ബേസിൽ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ അയാൾ ആക്ച്വലി അയാൾ എങ്ങനെയാണോ ആക്ച്വൽ വർക്കിംഗ് സിറ്റുവേഷനിൽ എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ ആ ക്ലാസ് റൂം ബേസിൽ അയാൾ പെരുമാറുന്നു. അപ്പോൾ അവിടെ ഒരു ഡെമോ പോലെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സിറ്റുവേഷൻ അവിടെ ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ലെക്ചേഴ്സ് അല്ലേ. ഇപ്പം ഈ ഒരു സെയിൽസ്മാൻഷിപ്പിലെ സ്കില്ലായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ചില വ്യക്തികൾ എന്ത് ചെയ്യും, ഈ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സെയിൽസ്മാൻഷിപ്പിന്റെ ബേസിക് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഒരു സെയിൽസ് ഫോഴ്സിന് എന്തെങ്കിലും ഡൗട്ട്സുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻസും അതേപോലെ തന്നെ റിട്ടൺ ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ട് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, കോൺഫറൻസസ് ആൻഡ് സെമിനാർസ് അല്ലേ. അതായത് വിവിധ സെയിൽസ് പേഴ്സൺസ് നേരിടുന്ന വിവിധ പ്രോബ്ലംസ്, അതുപോലെ തന്നെ പല സിറ്റുവേഷൻസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നിക്സ് എന്തൊക്കെയാണ് ഒരു സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ടത്, അപ്പോൾ അതേപോലെ തന്നെ സെയിൽസ് റിലേറ്റഡ് പ്രോബ്ലംസ്, അതിൻ്റെ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കോൺഫറൻസസ് ആൻഡ് സെമിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലെന്ത് ചെയ്യും, ഈ സെയിൽസ് ഫോഴ്സ് അറ്റൻഡ് ചെയ്യും അല്ലേ. അങ്ങനെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിനിങ് ലഭിക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് കേസ് ഡിസ്കഷൻ മെത്തേഡ്.
അവിടെ എന്താണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ഒരു സെയിൽസ് ഫോഴ്സിന് കൊടുക്കുന്നു. അവരത് പഠിച്ചിട്ട് അവരതിൽ എങ്ങനെ റിയാക്ട് ചെയ്യും, അതിന്റെ സൊല്യൂഷൻ, ആ ഒരു കേസ് സ്റ്റഡീസിന്റെ സൊല്യൂഷൻ അവർ കണ്ടെത്തുന്നു. അതാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ കേസിനെ കുറിച്ചിട്ടും ഈ ഒരു സെയിൽസ് പേഴ്സണ് കൊടുക്കും, അതിന്റെ സൊല്യൂഷൻ അവരോട് കണ്ടെത്താൻ പറയും അല്ലെ. ഇപ്പൊ ഒരു സെയിൽസ് പേഴ്സൺ ആവുമ്പോൾ എന്താണ് അവിടെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കസ്റ്റമറുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കേസ് അവർക്ക് കൊടുക്കും. ആ ഒരു കേസിന് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ അവരെങ്ങനെ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യുന്നു, എങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടും ഈ ഒരു പ്രോഗ്രാം നമുക്ക് നടത്താം. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് അല്ലെ, ചില പ്രൊഫഷണൽ കോഴ്സസ് പോലെ ഈ ഒരു സെയിൽസ്മാൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ കോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു സെയിൽസ് ഫോഴ്സിനെ ചേർക്കുന്നു. അവർ 6 മാസത്തെ കോഴ്സ് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 3 months കോഴ്സ്, അതിൽ ഇത്തരത്തിലുള്ള സെയിൽസ് പേഴ്സണെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഈ കോഴ്സ് ഫീയോ അല്ലെങ്കിൽ മറ്റു ചെലവുകളൊക്കെ ആരെ വഹിക്കുക, ഈ ഒരു ഓർഗനൈസേഷൻ വഹിക്കുന്നു. അപ്പോൾ ഇത്രയും ടൈപ്സുകളാണ് സെയിൽസ്മാൻ ട്രെയിനിങ്ങിനുള്ളത്. ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ ആ വർക്ക് പ്ലേസിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ട്രെയിനറും ട്രെയിനിയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. ഫീൽഡ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ട്രെയിനർ എന്ത് ചെയ്യാണ്, ഫീൽഡിലേക്ക് ഇറങ്ങി ഒപ്പാരെ കൂട്ടും, ഈ ഒരു ട്രെയിനിയെ കൂടെ കൂട്ടിയിട്ടുള്ള മെത്തേഡാണിത്. ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ജോബ്, അത്തരത്തിലുള്ള ജോബിനൊക്കെയാണ് ഈ ഒരു ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ ടെക്നിക്കൽ നോളജും അതുപോലെ തന്നെ മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോബുകൾക്കാണ് ഈ ക്ലാസ് റൂം ബേസ്ഡ് ഓഫ് ദി ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു ക്ലാസ് റൂം ആണ് കൊടുക്കുന്നത്, അതിൽ എന്ത് ചെയ്യും, ഒരു ആക്ച്വൽ വർക്കിംഗ് സിറ്റുവേഷൻ അല്ല കൊടുക്കുന്നത്, അവിടെ ഒരു ക്ലാസ് റൂം കൊടുക്കുകയാണ്. അവിടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്യാൻ പറ്റും, ഇങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത്, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ അവർക്ക് ലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഒരു വർക്ക് തടസ്സപ്പെടുക അല്ലെ. അപ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ ഡയറക്റ്റ് വർക്കിംഗ് കറക്റ്റ് സ്ഥലത്ത് നിന്നുകൊണ്ട്, വർക്കിംഗ് പ്ലേസിൽ നിന്നുകൊണ്ടുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ജോബിന് പുറത്ത് നിന്നുകൊണ്ടുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ അവിടുത്തെ വർക്ക് ഇന്ററപ്ഷൻ ഒന്നുമില്ലാതെ, ഭയമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രെയിനിങ് അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഹൈലി ടെക്നിക്കൽ നോളജും അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോബുകൾക്കൊക്കെയാണ് ഈ ഒരു ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുക. ലെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. കോൺഫറൻസസ് ആൻഡ് സെമിനാർസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, ചില ഏരിയയിൽ എന്തെങ്കിലും പ്രോബ്ലംസുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ നേരിടുന്ന പ്രോബ്ലംസിനെ കുറിച്ചിട്ട്, അത് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ വേരിയസ് ടെക്നിക്സുകൾ എന്തൊക്കെയാണ്, ഈ ഒരു സെയിൽസ് ഫീൽഡിൽ ആവശ്യമായിട്ടുള്ള ടെക്നിക്സുകൾ എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാം, അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെമിനാർസുകളും കോൺഫറൻസസ് ഒക്കെ നടക്കുന്നുണ്ടാവും. അതിൽ ഈ ഒരു സെയിൽസ് ഫോഴ്സിനെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു. കേസ് ഡിസ്കഷൻ മെത്തേഡ്, വിവിധ കേസുകൾ കൊടുത്തുകൊണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം അല്ലെ, ഹൈപ്പോത്തറ്റിക്കലി ഒരു കേസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. പിന്നെ സ്പെഷ്യലൈസ്ഡ് കോഴ്സസിലൂടെ എന്ത് ചെയ്യാം, ഒരു സെയിൽസ് ഫോഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ്. 3ാമത്തെ സ്റ്റെപ്പ് നോക്കൂ, ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രെയിനിങ് നീഡ്സ് അനലൈസ് ചെയ്തു. 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തു, അത് നടപ്പിൽ വരുത്തി. 3ാമത്തത് ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. എന്താണ് ഇവിടെ പറയുന്നത്, ഈ ട്രെയിനിങ് പ്രോഗ്രാം സെയിൽസ് ഫോഴ്സിനെ എത്രമാത്രം എഫക്റ്റീവ് ആയി എന്ന് ഈ ഒരു സെയിൽസ് മാനേജർ അനലൈസ് ചെയ്യണം അല്ലേ. അതായത് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഒരുപാട് കോസ്റ്റും ടൈമും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോസ്റ്റും ടൈമും ഒക്കെ എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സെയിൽസ് ഫോഴ്സിന്റെ വർക്കിൽ അത് കാണണം അല്ലേ. അല്ലെങ്കിൽ അവരുടെ വർക്ക് അവർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ അവർക്ക് കഴിയണം. അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ വർക്ക് ഫോഴ്സിന് സെയിൽസ് ഫോഴ്സിന് എഫക്റ്റീവ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അതാണ് ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ഇവാലുവേഷൻ. എത്രമാത്രം അത് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് ഇവാലുവേഷൻ ചെയ്യുന്നു.
അപ്പൊ ഇവിടെ അങ്ങനെ ഇവാലുവേഷൻ നടക്കണമെങ്കിൽ ഇവിടെ ക്രിക് പാട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ആള് 1994 ഒരു 4 ലെവൽ ഓഫ് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെയിനിങ്ങിന്റെ എഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു 4 ലെവൽ ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയിലൂടെ ഒരു സെയിൽസ് മാനേജർക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ട്രെയിനിങ് ഈ ഒരു സെയിൽസ് ഫോഴ്സിന് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നോക്കിവിടെ അതിലെ ഫസ്റ്റ് ലെവലാണ് റിയാക്ഷൻ. റിയാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിയാക്ഷനിലൂടെ ഏതൊക്കെ സെയിൽസ് ഫോഴ്സ് ആണ് ഈ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവായിട്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സെയിൽസ് ഫോഴ്സിന് സർവേസ് ആൻഡ് ക്വസ്റ്റനെയർ കൊടുക്കുന്നു അല്ലെ. സർവേസ് ആൻഡ് ക്വസ്റ്റനെയർ ദാറ്റ് റിക്വയേഴ്സ് ട്രെയിനീസ് ടു റേറ്റ് ദെയർ എക്സ്പീരിയൻസ്. ആ ഒരു സർവേസും ക്വസ്റ്റനെയറും കൊടുത്തുകൊണ്ട് ട്രെയിനി എന്ത് ചെയ്യും, അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസിനെ റേറ്റ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ലെവൽ റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ ആ ട്രെയിനിങ് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതിനൊരു റേറ്റിംഗ് ഈ ഒരു റിയാക്ഷനിലൂടെ ട്രെയിനർക്ക് ലഭിക്കുന്നു. അടുത്ത് നോക്കൂ, ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ട്രെയിനി അക്വയർഡ് ദി സ്കിൽ, നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫ്രം ദി ട്രെയിനിങ് പ്രോഗ്രാം ത്രൂ റിട്ടൺ എക്സാം. അതായത് ട്രെയിനിങ് നടത്തിയതിന് ശേഷം ഇവർക്ക് എന്ത് കൊടുക്കും, ഒരു റിട്ടൺ എക്സാം കൊടുക്കും. ഈ റിട്ടൺ എക്സാമിലൂടെ ഈ ഒരു ട്രെയിനർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം ഈ ഒരു സെയിൽസ് ഫോഴ്സിന്റെ നോളജും സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും അതൊക്കെ എത്രമാത്രം ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്രമാത്രം അവർ കൈവരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ട്രെയിനർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അടുത്തത് ബിഹേവിയർ. ബിഹേവിയർ എങ്ങനെയാണ്, അതായത് ട്രെയിനിങ് നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സെയിൽസ് ഫോഴ്സസിനുള്ള ബിഹേവിയറിലുള്ള ചേഞ്ചസ് അനലൈസ് ചെയ്തുകൊണ്ട് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം എഫക്റ്റീവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം ഇംപ്രൂവ്സ് ദി സെയിൽസ് പേഴ്സൺസ് പെർഫോമൻസ് ഓർ നോട്ട്. ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഈ ഒരു സെയിൽസ് പേഴ്സന്റെ പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ റിസൾട്ട് നോക്കിയിട്ട് ഒരു ട്രെയിനർക്ക് അല്ലെങ്കിൽ സെയിൽസ് മാനേജർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സെയിൽസ് കൂടുക അല്ലെ. ട്രെയിനിങ് കൊടുത്തതിന് ശേഷം സെയിൽസ് വളരെയധികം കൂടുന്നു, കസ്റ്റമറിന്റെ കംപ്ലൈന്റ് കുറവാകുന്നു, അതേപോലെ തന്നെ കസ്റ്റമറുമായിട്ടുള്ള റീടെൻഷൻ അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നു ട്രെയിനിങ് കിട്ടിയതിന് ശേഷം. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ അല്ലെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഈ ഒരു സെയിൽസ് ഫോഴ്സിന് ട്രെയിനിങ് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് അല്ലെ. അപ്പോൾ ഫസ്റ്റ് ലെവൻ അവരുടെ റിയാക്ഷൻ നോക്കി, രണ്ടാമത്തത് അവർക്കൊരു റിട്ടൺ എക്സാം കൊടുത്തിട്ട് അവർ എത്രമാത്രം നോളജും സ്കില്ലും അതിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ ബിഹേവിയർ, അതായത് ട്രെയിനിങ് നടത്തിയതിന് ശേഷം അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ലാസ്റ്റ് വൺ റിസൾട്ട്. ഇതൊക്കെ നോക്കിയിട്ട് ഈ 4 ലെവൽ ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ട് ഒരു സെയിൽസ് മാനേജർക്ക് ട്രെയിനിങ് എത്രമാത്രം എഫക്റ്റീവ് ആയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, സെയിൽസ് ഫോഴ്സ് കോമ്പൻസേഷൻ അല്ലേ. ഇപ്പം നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തു ആ ഒരു സെയിൽസ് ഫോഴ്സിനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാഗമാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്ത വർക്കിനനുസരിച്ചുള്ള ഒരു മോണിറ്ററി ബെനിഫിറ്റ് അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് ചെയ്യുള്ളൂ അല്ലേ. എന്താണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സെയിൽസ് കോമ്പൻസേഷൻ റെപ്രസെൻറ്റ് ദി പേയ്മെൻറ്റ് ദാറ്റ് സെയിൽസ് ഫോഴ്സ് റിസീവ് ഇൻ റിട്ടേൺ ഫോർ ദെയർ വർക്ക് അല്ലെ. അവർ ചെയ്ത വർക്കിന് പകരമായിട്ട് നൽകുന്ന ഒരു പേയ്മെന്റ് ആണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സെയിൽസ് ഫോഴ്സിന് നമുക്ക് പല ഓർഗനൈസേഷനും പല രീതിയിലാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ടൈപ്സ് ഓഫ് സെയിൽസ് കോമ്പൻസേഷൻ അല്ലെ. അതായത് സെയിൽസ് പേഴ്സണ് അവർ ചെയ്ത വർക്കിനനുസരിച്ചുള്ള സാലറി കൊടുക്കുന്നതിനെയാണ് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ടൈപ്സ് ഓഫ് സെയിൽസ് കോമ്പൻസേഷനിൽ ഫസ്റ്റ് വൺ സ്ട്രൈറ്റ് സാലറി സെയിൽസ് കോമ്പൻസേഷൻ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രൈറ്റ് സാലറി, അതായത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആർക്ക് കൊടുക്കും, ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ സെയിൽസ് ഫോഴ്സിനും സെയിം എമൗണ്ട്, സെയിം ഫിക്സ്ഡ് എമൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവരവിടെ എക്സ്ട്രാ എഫേർട്ട് എടുത്തു എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു കമ്മീഷനോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതായത് ആ ഒരു ഡയറക്റ്റ് സെയിൽസ് ഇവിടെ ഒരു സെയിൽസ് പേഴ്സൺ ഡയറക്റ്റ് സെയിൽസ് അവിടെ ചെയ്യുന്നില്ല, പകരം എല്ലാവർക്കും ഒരേ
ഡ്യൂട്ടി അതുപോലെ തന്നെ സെയിം സാലറി പാക്കേജ് ആണ് ഈ സ്ട്രേറ്റ് സാലറി സെയിൽസ് കോമ്പൻസേഷനിൽ കൊടുക്കുന്നത്. അടുത്തത് സാലറി പ്ലസ് കമ്മീഷൻ. ഇവിടെ ഒരു ഫിക്സ്ഡ് സാലറി ഉണ്ടാവും, പ്ലസ് അവരെടുത്ത എക്സ്ട്രാ എഫേർട്ടിന് കമ്മീഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് കമ്മീഷൻ ഓൺലി. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സാലറി കൊടുക്കുന്നില്ല, പകരം അവർ എത്രമാത്രം എഫേർട്ട് അല്ലെങ്കിൽ അവിടെ ഒരു സെയിൽസ് എത്രത്തോളം ഒരു സെയിൽസ് പേഴ്സൺ നടത്തി അതിനനുസരിച്ചുള്ള ഒരു പേയ്മെന്റ് അല്ലെ, സെയിൽസിനനുസരിച്ചാണ് ഇവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. അതാണ് കമ്മീഷൻ ഓൺലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് ചില സമയത്ത് കൂടുതൽ സെയിൽസ് ഉണ്ടാവും, അപ്പോൾ ഒരുപാട് കൂടുതൽ കമ്മീഷൻ ആയിട്ട് അവർക്ക് പേയ്മെന്റ് കിട്ടുന്നു, ചില സമയത്ത് അവർക്ക് ഒന്നും കിട്ടാതെ വരും അല്ലെ. അടുത്തത് പ്രോഫിറ്റ് മാർജിൻ റവന്യൂ. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായി തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അവര് എന്താണ്, പ്രോഫിറ്റിന്റെ ഒരു സം എമൗണ്ട് ആർക്ക് കൊടുക്കും, സെയിൽസ് ഫോഴ്സിന് കൊടുക്കുന്നു. അതില്ലാത്ത സമയത്ത് എന്താണ് കോമ്പൻസേഷൻ കൊടുക്കുന്നുമില്ല അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അടുത്തത് ടെറിറ്ററി വോളിയം. ടെറിറ്ററി വോളിയം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടെറിറ്ററിയിലേക്കും എംപ്ലോയീസിനെ ടീമായിട്ട് ഒരു നിശ്ചിത നമ്പർ ഓഫ് എംപ്ലോയീസിനെ ഓരോ ടെറിറ്ററിക്കും ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ടെറിറ്ററിന്റെ സ്വഭാവത്തിനനുസരിച്ചും അതിന്റെ സ്ട്രക്ചറിനനുസരിച്ചുമുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നു. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് സെയിൽസ് കോമ്പൻസേഷനിൽ പറയുന്ന വിവിധ ടൈപ്സ് ഓഫ് കോമ്പൻസേഷൻസ്. ഓക്കെ, ക്രിയേറ്റിംഗ് സെയിൽസ് കോമ്പൻസേഷൻ പ്ലാൻ. അതായത് ഒരു സെയിൽസ് കോമ്പൻസേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം സെയിൽസ് മാനേജർ. അതിനയാൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെയിൽസ് കോമ്പൻസേഷൻ പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ അതിനയാൾ 4 സ്റ്റെപ്പാണ് മെയിനായിട്ട് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കൂ, ഡിറ്റർമൈൻ സെയിൽസ് കോമ്പൻസേഷൻ പ്ലാൻസ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് സെയിൽസ് കോമ്പൻസേഷൻ പ്ലാനിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലേ. അപ്പം നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പൻസേഷൻ ഈ സെയിൽസ് ഫോഴ്സിന് കൊടുക്കുന്നത്, അതായത് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെയിൽസ് പ്ലാനിങ്ങിന് പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത് എന്ന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനം അവരുടെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, റവന്യൂ ഇൻക്രീസ് ചെയ്യുക, റെഡ്യൂസ് എക്സ്പെൻസസ്, സെയിൽസ് ബൂസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ അതിലൂടെ ആ ഒരു എയിം ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കോമ്പൻസേഷൻ പ്ലാനിങ് നടത്തുമ്പോൾ ഓർഗനൈസേഷന്റെ പ്രയോറിറ്റി എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ എന്താണ് ഓർഗനൈസേഷന്റെ എയിം അല്ലെങ്കിൽ പ്രയോറിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പെൻസസ് കുറക്കാനും അതുപോലെ തന്നെ സെയിൽസ് കൂട്ടുക, അതൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ എയിം അല്ലെങ്കിൽ പ്രയോറിറ്റി. അപ്പോൾ അതാദ്യം നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ സെയിൽസ് ഫോഴ്സിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ പ്ലാനിങ് തയ്യാറാക്കേണ്ടത്. അടുത്തത് എന്താണ്, സെലക്ടിങ് ദി സെയിൽസ് കോമ്പൻസേഷൻ പ്ലാൻ. ഇനി എന്താണ്, നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആവുന്ന ഒരു കോമ്പൻസേഷൻ പ്ലാൻ സെലക്ട് ചെയ്യണം. അതായത് ഓർഗനൈസേഷന്റെ ടൈപ്പിനനുസരിച്ചും അതിന്റെ സൈസിനനുസരിച്ചും അതുപോലെ തന്നെ സെയിൽസ് സൈക്കിളിന്റെ എന്താണ് വോളിയത്തിനനുസരിച്ചും പ്രൊഡക്റ്റ് ലൈന് അല്ലെ, അതുപോലെ തന്നെ സൈസ് ഓഫ് സെയിൽസ് ടീം, ഇതിന്റെ ഒക്കെ ബേസിലാണ് ഒരു ഓർഗനൈസേഷൻ കോമ്പൻസേഷൻ പ്ലാൻ, ഏത് ടൈപ്സ് കോമ്പൻസേഷൻ പ്ലാൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കോമ്പൻസേഷൻ പ്ലാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്താണ്, ഡിസൈഡിങ് അപ്പോൺ ടൈമിംഗ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് കോമ്പൻസേഷൻ അല്ലെ. അതായത് ഈ ഒരു സെയിൽസ് ഫോഴ്സിന് ഏത് ടൈമിലാണ് ഈ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, ഏത് മെത്തേഡ് ഓഫ് കോമ്പൻസേഷൻ ആണ് കൊടുക്കേണ്ടത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ഈ ഒരു സെയിൽസ് മാനേജർ തയ്യാറാക്കണം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേറോൾ സോഫ്റ്റ്വെയർ ഒക്കെ എന്താണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പേറോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഈ ഒരു സെയിൽസ് മാനേജർ സെലക്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെയിൽസ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സെയിൽസ് എംപ്ലോയി ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നതോട് കൂടിയിട്ട് അയാൾ അവിടുത്തെ എംപ്ലോയി ആയി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ എംപ്ലോയി ആയി മാറിയതോട് കൂടിയിട്ട് അയാൾക്ക് ആ കോമ്പൻസേഷനിൽ റൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏത് ടൈമിലാണ് ഏത് മെത്തേഡിലാണ് ഓരോ എംപ്ലോയിക്കും കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള
ഒരു ഐഡിയ ആർക്ക് ഉണ്ടായിരിക്കണം? സെയിൽസ് മാനേജർക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് നോക്കൂ, സെറ്റിംഗ് സെയിൽസ് കോട്ടാസ് അല്ലേ? അതായത് കറക്റ്റ് ആയിട്ടുള്ള സെയിൽസ് കോട്ടാസ് ഓരോ എംപ്ലോയീസിനും സെയിൽസ് കോട്ടാസ് ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ അവർക്ക് എത്രത്തോളം അവർ വർക്ക് ചെയ്തു എന്ന് മനസ്സിലാവൂ, അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ അവർക്ക് കിട്ടുകയുള്ളൂ അല്ലേ? അപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും സെയിൽസ് കോട്ടാസ് എത്രയാണ് എന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം എന്താണ്? അപ്പോൾ റിവ്യൂവിങ് ദി സെയിൽസ് കോമ്പൻസേഷൻ പ്ലാൻ. അപ്പോൾ എൻവിറോൺമെന്റിലുള്ള ചേഞ്ചസിനനുസരിച്ചും അതുപോലെ തന്നെ എന്താണ് സെയിൽസ് ഫോഴ്സിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചൊക്കെ നമ്മൾ ഈ ഒരു സെയിൽസ് പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം അല്ലേ? ഇതാണ് നമ്മുടെ സെയിൽസ് കോമ്പൻസേഷൻ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മാനേജർ എടുക്കേണ്ട 4 സ്റ്റെപ്പ്. അയാൾ ആദ്യം കോമ്പൻസേഷൻ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് ഡിറ്റർമൈൻ ചെയ്യണം. രണ്ടാമത്തത് കോമ്പൻസേഷൻ പ്ലാനിന്റെ സെലക്ഷൻ, ബെസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അനുയോജ്യമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ പ്ലാൻ സെലക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എപ്പോഴൊക്കെയാണ് ഏത് മെത്തേഡിലാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അയാൾ ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സെയിൽസ് കോട്ടാസ് ഡിറ്റർമൈൻ ചെയ്യണം. ഓരോ എംപ്ലോയീസിനും സെയിൽസ് കോട്ടാസ് ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ അവർക്ക് കൊടുക്കേണ്ട സാലറിയുടെ അളവ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? അതുപോലെ തന്നെ റിവ്യൂവിങ് ദി സെയിൽസ് കോമ്പൻസേഷൻ പ്ലാൻ. അതിനുശേഷം ഇടക്കിടക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസിനനുസരിച്ച് എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടൊക്കെ ഈ ഒരു കോമ്പൻസേഷൻ പ്ലാനിങ്ങിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്തൊരു ഭാഗമാണ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ അല്ലേ? അപ്പൊ നമുക്കറിയാം എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടിവേഷൻ അല്ലേ? ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ മോണിറ്ററി മോട്ടിവേഷനും നോൺ മോണിറ്ററി മോട്ടിവേഷൻ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സും നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം അല്ലേ? മോട്ടിവേഷനിലൂടെ ഒരു വർക്ക് ഫോഴ്സ് അവരുടെ വർക്കിനെ എഫക്റ്റീവ് ആക്കാനും അതിലൂടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും കഴിയുന്നു. അപ്പോൾ നോക്ക്, ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ തിയറീസ്, 3 മോട്ടിവേഷൻ തിയറീസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന തിയറീസ് ആണ്. അതിലൊന്നാമത്തതാണ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ് തിയറി, അല്ലെങ്കിൽ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ ലെവൽ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു മാസ്ലോ പറയുന്നത്. അതായത് അയാൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ് അല്ലേ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അത് അടുത്തതിലേക്ക് പോകും അല്ലേ? അപ്പോൾ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഹ്യൂമനെ മാത്രമേ അടുത്ത ഒരു ആവശ്യം ഉണ്ടാവുകയുള്ളൂ. അതായത് അയാൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ, ഹ്യൂമൻ നീഡ്സിന് 5 തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ബേസിക് നീഡ്സ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫുഡ്, ഷെൽട്ടർ, ഡ്രസ്സ് അല്ലേ? അപ്പോൾ ഇതാണ്, അതായത് ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ. അപ്പോൾ ഇതില്ലാത്ത അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ വീടില്ലാത്ത ഒരാൾക്ക് അയാൾക്ക് ഏറ്റവും മോട്ടിവേഷൻ കിട്ടുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? അയാൾക്കൊരു വീട് അല്ലെങ്കിൽ വീട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത ഒരാൾക്ക് മാത്രമേ അടുത്ത നീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ? വീടില്ലാത്ത ഒരാൾക്ക് എന്തായാലും ഈ നീഡ്സ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലേ? അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടില്ലാത്ത വ്യക്തിക്ക് വേറെ ഏതെങ്കിലും ഒരു നീഡ്സ് കൊടുക്കുകയാണെങ്കിൽ അയാൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഈ ഒരു മനുഷ്യൻ എപ്പോഴും ബേസിക് നീഡ് സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ അയാളുടെ മറ്റു നീഡ്സ് ഒക്കെ അയാളിൽ ഉടലെടുക്കുകയുള്ളൂ. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ്, ഷെൽട്ടർ, ഡ്രസ്സ് ഒക്കെ പെടും. അടുത്ത് നോക്കൂ, സേഫ്റ്റി നീഡ് അല്ലേ? നമ്മുടെ ബേസിക് നീഡ്സിനെ ഒരു സേഫ് ആക്കണം അല്ലേ? അതായത് നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ഫുഡും ഷെൽട്ടറും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മുടെ സെക്യൂർഡ് ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അയാൾക്ക് എന്തായിരിക്കും വേണ്ടിയിട്ടുണ്ടാവുക? സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഒരു പെൻഷനബിൾ ജോബ് അല്ലേ? അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് സെറ്റിൽ ആവും അല്ലേ? അത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിസിയോളജിക്കൽ നീഡ്സിനെ അയാൾക്ക് സേഫ് ആക്കാൻ പറ്റും അല്ലേ? അപ്പോൾ
സേഫ്റ്റി നീഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സെക്യൂരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, നമ്മുടെ ഫിസിയോളജിക്കൽ നീഡിന്റെ സെക്യൂരിറ്റി. അടുത്ത എന്താണ് സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഈ രണ്ട് നീഡ്സും സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരാൾ അടുത്തത് അയാൾക്ക് എന്താണ് സമൂഹത്തിൽ നിന്ന് സ്നേഹം അല്ലെങ്കിൽ ലവ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള അതിനോടൊക്കെ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക അല്ലെ. അപ്പൊ അതിലേക്കായിരിക്കും അയാൾ പോവുക അല്ലെ, കൂടുതൽ ഫ്രണ്ട്ഷിപ്പ്, ലവ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള എന്താണ് സോഷ്യൽ ഇന്ററാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് അയാൾ കൊടുക്കും. അപ്പൊ ഈ സോഷ്യൽ നീഡ്സും അയാൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നീഡ് എന്താണ്, എസ്റ്റീം നീഡ് അല്ലെ. എസ്റ്റീം നീഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സൊസൈറ്റിയിൽ അയാൾക്കൊരു നല്ലൊരു നിലനിൽപ്പ് അല്ലെ, മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് അല്ലെങ്കിൽ നാലാൾ അറിയണ രീതിയിലുള്ള ഒരു വളർച്ച, അതൊക്കെയാണ് അയാള് ഇവിടെ ഈ എസ്റ്റീം നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുമ്പോൾ ഈ 4 നീഡും അയാള് സാറ്റിസ്ഫൈ ചെയ്തു, അതിനുശേഷം അയാളുടെ നമ്മൾ പറയില്ലേ ജീവിത സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത്തരത്തിലുള്ളൊരു നീഡ് അല്ലെ. ഈ ഒരു ഫുൾ നീഡും എന്താണ് അയാളുടെ ലൈഫിലെ ഏറ്റവും ഈ ഒരു 4 നീഡും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അയാളുടെ ലൈഫിലുള്ള ഏറ്റവും അവസാനമുള്ള നീഡ് അല്ലെ. അപ്പൊ ഇതാണ് ഈ മാസ്ലോ പറയുന്ന നീഡ് ഹൈറാർക്കി തിയറി അല്ലെ. അതായത് ഈ ഫിസിയോളജിക്കൽ നീഡ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യന് അടുത്ത നീഡ് ഉണ്ടാവുകയുള്ളൂ. ഈ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് മറ്റേതെങ്കിലും ഒരു നീഡ്സ് കൊടുത്താൽ അയാൾ സാറ്റിസ്ഫൈഡ് ആവില്ല. അയാളുടെ ബേസിക് നീഡ്സ് അയാൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം അല്ലെ. അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി നീഡ് കഴിഞ്ഞിട്ട് അടുത്ത സോഷ്യൽ നീഡ്. ഈ 3 നീഡും സാറ്റിസ്ഫൈഡ് ആയ വ്യക്തിക്ക് മാത്രമേ എസ്റ്റീം നീഡ് ഉണ്ടാവുകയുള്ളൂ. ഈ എസ്റ്റീം നീഡും സാറ്റിസ്ഫൈഡ് ആയ വ്യക്തിക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഉണ്ടാവുകയുള്ളൂ. അതാണ് മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറയുന്നത്. അടുത്ത് നോക്കൂ, ഹെർസ്ബർഗിന്റെ മോട്ടിവേഷൻ 2 ഫാക്ടർ തിയറി അല്ലെ. ഹെർസ്ബർഗ് 2 ഫാക്ടർ തിയറി. ഹെർസ്ബർഗ് എന്താ പറയുന്നത്, ഹെർസ്ബർഗ് 2 ഫാക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഹൈജീൻ ഫാക്ടറും രണ്ടാമത്തത് മോട്ടിവേഷൻ ഫാക്ടറും. അപ്പൊ ഈ ഹൈജീൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ ആണ്. അതായത് ഇപ്പോൾ ഒരു വർക്കിംഗ് കണ്ടീഷൻ, കോമ്പൻസേഷൻ, ഓർഗനൈസേഷൻസ് പോളിസീസ് ആൻഡ് സൂപ്പർവിഷൻ, ഇതൊക്കെ ഇതൊന്നും കിട്ടാത്ത ഒരു വ്യക്തി, അതായത് ഇതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹൈജീൻ ഫാക്ടേഴ്സ്, അതായത് ഡിസാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ്. ഈ ഒരു ഓർഗനൈസേഷനിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ, അതിന്റെ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി ഈ ഒരു ഫാക്ടറൊക്കെ അതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലും അത് ഇവരെന്ത് ചെയ്യുന്നില്ല, അത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് എക്സ്ട്രാ മോട്ടിവേഷൻ ഒന്നും കിട്ടുന്നുമില്ല. അതാണ് ഹൈജീൻ ഫാക്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കൂ, മോട്ടിവേറ്റിംഗ് ഫാക്ടർ. മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫൈങ് ഫാക്ടർ ആണ്. അതായത് ഇൻസെന്റീവ്സ്, ബോണസ്, അച്ചീവ്മെന്റ്സ്, അവാർഡ്സ്, റെക്കഗ്നീഷൻ അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ. ഈ സാറ്റിസ്ഫാക്ഷൻ അഥവാ മോട്ടിവേഷൻ ഫാക്ടറിന്റെ പ്രസൻസ് ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, മോട്ടിവേറ്റഡ് ആവുന്നു. ഇനി അതില്ല എന്ന് വിചാരിച്ചിട്ട് അവര് ഡിസാറ്റിസ്ഫൈഡ് ആവുന്നുമില്ല. ഇതാണ് ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ 2 ഫാക്ടർ ആണുള്ളത്, ഹൈജീൻ ഫാക്ടർ ആൻഡ് മോട്ടിവേഷൻ ഫാക്ടർ. ഹൈജീൻ ഫാക്ടർ എപ്പോഴും ഡിസാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ് ആണ്. മോട്ടിവേഷൻ ഫാക്ടർ അഥവാ സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ അല്ലെ. അടുത്ത നോക്കൂ, റൂംസ് എക്സ്പെക്ടിങ് തിയറി. റൂംസ് എക്സ്പെക്ടിങ് തിയറിയിൽ അയാൾ 3 എലമെന്റ്സ് ആണ് ഈ റൂംസ് എക്സ്പെക്ടിങ് തിയറിയിൽ ഉള്ളത്. ഒന്ന് എക്സ്പെക്ടേഷൻ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റാലിറ്റി, തേർഡ് വൺ ബാലൻസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് മോട്ടിവേഷൻ ടു ഡു ദി എഫേർട്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് എക്സ്പെക്ടേഷൻ. ഇവിടെ ഒരു സെയിൽസ് ഫോഴ്സ് വിചാരിക്കുകയാണ് കൂടുതൽ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കൂടുതൽ അയാൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു സെയിൽസ് അയാൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹയർ സെയിൽസ് കൂട്ടിയാൽ മാത്രമേ ആൾക്കൊരു ഹയർ ഇൻസെന്റീവ് അല്ലെങ്കിൽ ഒരു ഹയർ ഇൻകം കിട്ടുകയുള്ളൂ എന്ന് അയാൾ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ആ എക്സ്പെക്ടേഷൻ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, കൂടുതൽ എഫേർട്ട് എടുക്കും. അപ്പൊ കൂടുതൽ സെയിൽസ് കൂടും, അപ്പൊ അതിനനുസരിച്ചുള്ള ഇൻകം അയാൾക്ക് ലഭിക്കുന്നു. അതാണ് റൂംസിന്റെ എക്സ്പെക്ടിങ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടും ഈ ഒരു സെയിൽസ് പേഴ്സന്റെ കാര്യത്തിൽ കൊടുക്കുന്ന
3 മോട്ടിവേഷൻസ് തിയറികൾ. ഇതിന്റെ ബേസിലാണ് ഓർഗനൈസേഷൻസ് മോട്ടിവേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗം നോക്കൂ. സെയിൽസ് ഫോഴ്സ് ഇവാലുവേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിൽസ് ഫോഴ്സിന്റെ പെർഫോമൻസിന്റെ വർക്ക് പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തണം അല്ലേ? അതായത് കമ്പയർ ദി ആക്ച്വൽ ആൻഡ് പ്ലാനഡ് പെർഫോമൻസ് അല്ലേ? അതായത് സെയിൽസ് ഫോഴ്സ് ചെയ്തിട്ടുള്ള ആക്ച്വൽ പെർഫോമൻസ് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത പെർഫോമൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. അപ്പോൾ ഇതാണ് ഇവാലുവേഷൻ പ്രോസസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കുക, എങ്ങനെയാണ് ഇവാലുവേഷൻ നടത്തേണ്ടത്? അതായത് ഇവാലുവേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു ഒരു വർക്ക് ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഫോഴ്സിന്റെ വർക്കിനെ, ആക്ച്വൽ വർക്കിനെയും പ്ലാനഡ് പെർഫോമൻസിനെയും കമ്പയർ ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിലെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഡിറ്റർമൈനിങ് സെയിൽസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലേ? എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ സെയിൽസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അവിടെ ലോങ് ടേം സെയിൽസ് ഗോൾസും ഉണ്ടാവും, ഷോർട്ട് ടേം സെയിൽസ് ഗോൾസും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും സെയിൽസ് മാനേജർ സെറ്റ് ചെയ്ത് വെക്കണം അല്ലേ? അതായത് ലോങ് ടേം സെയിൽസ് ഗോൾസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റബിലിറ്റി, എത്രമാത്രം സെയിൽസ് എഫേർട്ട് എടുക്കണം, എത്ര റിസൾട്ട് നമുക്ക് കിട്ടണം, അതിനനുസരിച്ചുള്ള പ്ലാനിങ് ആണ് ലോങ് ടേം സെയിൽസ് ഗോൾ പ്ലാനിങ്. രണ്ടാമത്തെ ഷോർട്ട് ടേം ഗോൾ എന്തൊക്കെയാണ്? അതായത് ക്വാണ്ടിഫയബിൾ ടാർഗറ്റ്സ് ആണ്. അതായത് നമ്മൾ എത്ര സെയിൽസ് കോൾസ് നമ്മൾ മെയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അപ്പൊ ഈ അതൊക്കെ എക്സെട്ര, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലോങ് ടേം ഗോൾസ് ഉണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ കറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്ത് വെക്കും. അടുത്തത് നോക്കൂ, സെയിൽസ് പ്ലാൻ ഡെവലപ്മെന്റ്. സെയിൽസ് പ്ലാൻ ഡെവലപ്മെന്റ്, അതായത് സെയിൽസ് പ്ലാൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെയിൽസ് പേഴ്സണ് ഒരു കറക്റ്റ് ഒരു റൂട്ട് മാപ്പ് കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കറക്റ്റ് ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ് ഈ ഒരു പ്ലാൻ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു സെയിൽസ് പ്ലാൻ ഡെവലപ്മെന്റിന് 4 ആസ്പെക്ട്സുകളാണുള്ളത്. അതിലൊന്നാമത്തത് അനലൈസിങ് ദി സിറ്റുവേഷൻ അനലൈസ് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. ആ ആക്ഷൻ പ്ലാനിനനുസരിച്ച് നാലാമത്തത് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം അല്ലെ? ഓരോ എംപ്ലോയീസും അവരുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് നടത്തിയിട്ടുള്ളത് അത് അളക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്താനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു സെയിൽസ് പ്ലാൻ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാണ് എങ്ങനെയാണ് സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു മാപ്പ് കൊടുക്കുന്നു. അതിനനുസരിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഒരു 4 ആസ്പെക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സിറ്റുവേഷൻ അനലൈസ് ചെയ്യണം, രണ്ടാമത്തത് ഓർഗനൈസേഷന്റെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അനലൈസ് ചെയ്യണം, അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം, ലാസ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദി സെയിൽസ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു സെയിൽസ് മാനേജറും സെയിൽസ് ഫോഴ്സും കൂടി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ സെയിൽസ് ഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും അല്ലേ? സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യും അല്ലേ? അതായത് ഇപ്പോൾ എത്രമാത്രം എത്ര സെയിൽസ് ഈ ഒരു മാസം ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു സ്റ്റാൻഡേർഡ് സെയിൽസ് അവർ ഫിക്സ് ചെയ്യും. അതിനുശേഷം റിസോഴ്സ് അലോക്കേഷൻ ത്രൂ സെയിൽസ് കോട്ടാസ് അല്ലേ? അതായത് അതിനുശേഷം എന്ത് ചെയ്യും? ഓരോ സെയിൽസ് ഫോഴ്സും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസും അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റിനെ കുറിച്ചിട്ടും അവിടെ സ്പെസിഫൈ ചെയ്യുന്നു അല്ലേ? അതായത് ഓരോ അതിപ്പോൾ ടെറിട്ടറി വൈസ് ആവാം, പ്രോഫിറ്റബിലിറ്റി വൈസ് ആവാം അല്ലേ? അങ്ങനെ ഓരോ സെയിൽസ് ഫോഴ്സിലെ ഓരോ അംഗങ്ങളും അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റിനെ കുറിച്ച് ഈ ഒരു സ്റ്റേജിൽ മെൻഷൻ ചെയ്യുന്നു. അങ്ങനെ ഈ ഓരോ സെയിൽസ് കോട്ടാസും അത് ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്നതിനും ഗോൾ അച്ചീവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും
എന്താ ചെയ്യേണ്ട സെയിൽസ് കോട്ടാസ് തീരുമാനിച്ചതിന് ശേഷം സ്പെസിഫൈസ് സെയിൽസ് ഫോഴ്സ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം അല്ലേ. അതായത് ഈ ഒരു സെയിൽസ് ഫോഴ്സിന്റെ വർക്കിനെ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരണം അല്ലേ. അതായത് ഇപ്പോൾ എത്ര എങ്കിൽ എങ്ങനെ എന്താണ് ഏത് രീതിയിൽ പെർഫോം ഏതൊക്കെ രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് രീതിയിൽ പെർഫോം ചെയ്താലാണ് അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ബേസിൽ എന്ത് ചെയ്യുക, പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം കൊണ്ടുവരിക. അതായത് എംപ്ലോയീസിന്റെ വർക്കിനെ വിലയിരുത്തുന്നതിനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരിക. അത് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ചെയ്തുകൊണ്ടോ അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാനേജർക്ക് സെയിൽസ് ഫോഴ്സിന്റെ പെർഫോമൻസിനെ വിലയിരുത്താൻ പറ്റും. അതിനുശേഷം അപ്രൈസൽ ഫീഡ്ബാക്ക്, ആ വിലയിരുത്തിയതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് റിസൾട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സെയിൽസ് ഫോഴ്സിനെ അറിയിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഏരിയയിൽ ഇംപ്രൂവ്മെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അതിനെ അപ്പോൾ എന്താണ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നൽകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് എടുത്തുകൊണ്ട് ഏത് ഏരിയയിലാണ് കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഈ ഒരു അപ്രൈസൽ സിസ്റ്റത്തിലൂടെ കിട്ടും അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്, ഇവാലുവേഷൻ പ്രോസസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ സെയിൽസ് എംപ്ലോയീസിന്റെ മാനേജ്മെന്റ് അല്ലെ. അപ്പൊ ഒരു മാനേജർ അവരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് എങ്ങനെയൊക്കെയാണ് സെയിൽസ് മാനേജർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടാണ് സെയിൽസ് ഫോഴ്സിനെ മാനേജ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് ഫോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് പ്ലാനിങ് തയ്യാറാക്കിക്കൊണ്ട് അതിലൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് പിന്നെ സെലക്ടിങ് ദി സ്യൂട്ടബിൾ പേഴ്സൺസ് അല്ലേ. എന്താണ് ഓർഗനൈസേഷന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ പിന്നെ അതുപോലെ തന്നെ ഈ സെലക്ട് ചെയ്ത എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ അവരുടെ അവർ എഫേർട്ട് എടുത്തതിന് അനുയോജ്യമായിട്ടുള്ള കോമ്പൻസേഷൻ പ്ലാനിങ് നടത്തിക്കൊണ്ട് പിന്നെ മോട്ടിവേഷൻസ് നൽകിക്കൊണ്ട് പിന്നെ അത് ലാസ്റ്റ് വൺ ഇവാലുവേഷൻ നൽകിക്കൊണ്ടൊക്കെ അവരുടെ ഫങ്ഷൻസിനെ എഫക്റ്റീവ് ആക്കാൻ ഈ ഒരു സെയിൽസ് മാനേജർ പ്രവർത്തിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, സെയിൽസ് ഫോഴ്സിന്റെ മാനേജ്മെന്റ്, അതായത് സെയിൽസ് പേഴ്സൺസിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ.